പലർക്കുള്ള ഒരു കൺഫ്യൂഷനാണ് റമദാൻ സമയത്ത് നോമ്പെടുക്കും ഹൃദയാരോഗ്യത്തിന് എന്താണ് സംഭവം. സത്യത്തിൽ പഠനങ്ങൾ കാണിക്കുന്നത് റമദാൻ നോമ്പ് കാലത്ത് ഹൃദയത്തിനും രക്തക്കോലുകളും ഒരുപാട് മെച്ചം കിട്ടുന്നു. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഹാർവർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ പഠനം അടക്കം ഇത് കാണിക്കുന്നുണ്ട്. സാധാരണ ഡയറ്റും നോമ്പിന്റെ ഡയറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാധാരണ ഡയറ്റിൽ നമ്മൾ കാലറി റെസ്ട്രിക്ഷൻ ഒക്കെയാണ് ചെയ്യുക. ഇതങ്ങനെയല്ല. ഒരു പ്രത്യേക സമയത്തുള്ള ഫുഡ് ഒഴിവാക്കുക എന്നുള്ള ഒരു അപ്രോച്ചാണല്ലോ ചെയ്യുക ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ. ഇത് കാരണം ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, കോശങ്ങളുടെ റിപ്പയറിങ് നടക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നോമ്പ് തുടങ്ങി ആദ്യത്തെ 10 ദിവസങ്ങൾക്കകത്ത് തന്നെ ഹൃദയത്തിൽ ഒരുപാട് അഡാപ്റ്റീവ് പ്രോസസ്സുകൾ നടക്കുക, ഹൃദയം കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് മാറുന്നുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് ഹൃദയത്തിന് ഒരു വർക്കൗട്ട് പോലെയാണ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു എക്സർസൈസ്. ഏറ്റവും കൂടുതൽ മെച്ചം അറിഞ്ഞു തുടങ്ങുക നോമ്പ് കാലത്തെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. അപ്പോഴേക്ക് ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി മാർക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും, എന്ന് വെച്ചാൽ നല്ല അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഹൃദയത്തിന്റെ റിപ്പയർ നന്നായിട്ട് നടക്കുകയാണ്. ഹാർവർഡ് മെഡിക്കൽ സ്കൂളിന്റെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന ആയുസ് കൂട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ജീനുകളിൽ രൂപപ്പെടും എന്നുള്ളതാണ്. നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയിൽ അഡിപ്പോനെക്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹോർമോണിന്റെ അളവ് കൂടി വരികയാണ്. ഇത് ഹൃദ്രോഗത്തിനെതിരെ ഒരുപാട് പ്രൊട്ടക്ഷൻ തരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നോമ്പ് തുറന്ന ഉടനെ ഒരുപാട് പഞ്ചസാരയോ കാർബോഹൈഡ്രേറ്റോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ അവിടെ നഷ്ടപ്പെടും. സൂക്ഷിക്കണം. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കും. മറ്റൊരു മാറ്റം സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഓട്ടോഫേജി എന്ന് പറയും. എന്താണ് ഓട്ടോഫേജി? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം ക്ലീൻ ചെയ്യുക, ഹൃദയത്തിലെ കോശങ്ങൾ ക്ലീൻ ചെയ്യപ്പെടുക. നോമ്പ് കാലത്ത് ഓട്ടോഫേജി ഒരുപാട് നല്ല രീതിയിൽ നടക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൂടുതൽ ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ ഈ ക്ലീനിങ് പ്രോസസ് എഫിഷ്യന്റ് അല്ലാതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നോമ്പെടുക്കുന്ന ഒരു വ്യക്തി മാനസികമായിട്ടുള്ള ശാന്തത വളരെ ആവശ്യം. അവിടെയാണ് പ്രാർത്ഥനകളുടെ പ്രസക്തി. ഇതിനായിട്ട് പ്രാർത്ഥനകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതിനൊക്കെ പുറമെ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിക്ക് BP-യിലുള്ള കൺട്രോൾ കിട്ടാൻ, അതുപോലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ ഹൃദ്രോഗമുള്ള ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നോമ്പെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഹൃദ്രോഗ വിദഗ്ധന്റെ അഭിപ്രായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ നോമ്പ് കാലത്ത് ശരീരത്തിലെ ലവണങ്ങളിൽ മാറ്റം വരുന്നത്, എന്ന് വെച്ചാൽ സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, ഇതിലൊക്കെ മാറ്റം വരുന്നത് കാരണം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഹൃദയത്തിന് അസുഖമുള്ളൊരു വ്യക്തി നോമ്പെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നോമ്പിനെ കുറിച്ചും ഹൃദയാരോഗ്യത്തെക്കുറിച്ചും താല്പര്യമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.